ശുദ്ധാത്മാവിനെ സഹായിക്കണമേ, വിശുദ്ധാത്മാവിനെ സംസാരിക്കണമേ. എന്റെ വാത്സല്യ ജനമേ, എന്റെ അഭിഷേകം, എന്റെ അഭിഷേകത്തിന്റെ അഗ്നി ഞാൻ നിങ്ങളിലേക്ക് പകർത്തുന്നു. എന്റെ കൃപാവരത്തിന്റെ വെള്ളച്ചാട്ടം ഞാൻ നിങ്ങളിലേക്ക് ഒഴുക്കുന്നു. എന്റെ അഗ്നി സഭ മുഴുവനെയും തീ പിടിപ്പിക്കാനുള്ള അഗ്നി ഞാൻ നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. അതിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് സഹനവും വേദനവും ഉണ്ടാവും, എന്നാൽ അതിൽ മഹത്വവും ഉണ്ടാവും. സഹനത്തിലാണ് കൂടുതൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക. സഹനത്തിലാണ് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക, എന്നാൽ അതിൽ മഹത്വം ഉണ്ടാവും. നിങ്ങൾ കൂടുതൽ കരുത്തുള്ളവരാകും. ഇത് വിശ്വസിക്കുവേൻ, ഇത് സ്വീകരിക്കുവേൻ. ആമേൻ, ആമേൻ. ഈ പ്രവചനത്തിന്റെ അടയാളമായിട്ട് ഇടത് ചെവിയുടെ വേദന കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ആമേൻ. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 ആമേൻ. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2637 ഖണ്ഡികയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോണത്. കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണത് സഭയുടെ യുഗത്തിൽ, പ്രാർത്ഥന സഭയുടെ യുഗത്തിൽ എന്ന് പറഞ്ഞ ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്, ഈ സ്തുതിപ്പും ആരാധനയും എന്ന് പറഞ്ഞ ഭാഗം, പിന്നെ യാചനാ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഭാഗം, പിന്നെന്താണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഭാഗം, പിന്നെയാണ് ഈ കൃതജ്ഞത പ്രകാശന പ്രാർത്ഥനയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന സഭയുടെ യുഗത്തിൽ എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, പ്രാർത്ഥന സഭയുടെ യുഗത്തിൽ. അതായത് സഭ എപ്പോഴാണ് ഉണ്ടായത്? സഭ ഉണ്ടായത് പെന്തക്കുസ്തായ്ക്ക് ശേഷമാണ്. അപ്പോൾ ആ കാലഘട്ടം തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനയാണ്, ക്രൈസ്തവ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ആ കാലഘട്ടത്തിലെ ആദിമസഭയിലെ, കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന, സ്തുതിപ്പും ആരാധനയും. അപ്പം ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് സഭ നമ്മളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന ആ പ്രബോധനത്തിലൂടെ പഠിപ്പിക്കണേ. അപ്പോൾ 2637 ഖണ്ഡിക, ഞാനൊന്നും കൂടി അത് വായിക്കാം. അതിൻ്റെ തലക്കെട്ട് കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന. കൃതജ്ഞതാ പ്രകാശനമാണ് സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷത. എന്താണ്?
കൃതജ്ഞതാ പ്രകാശനമാണ് സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷതയാണ്. അപ്പോൾ സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷത കൃതജ്ഞതാ പ്രകാശനമാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ് സഭയുടെ പ്രാർത്ഥന എന്നുള്ളതാണ് അല്ലേ. സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷത എന്താണ്? കൃതജ്ഞതാ പ്രകാശനമാണ്. അതെന്താണ് സഭയുടെ പ്രാർത്ഥന എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും അല്ലേ യാമപ്രാർത്ഥനകളും സങ്കീർത്തനമാല അല്ലേ സങ്കീർത്തനാലാപനങ്ങളും എല്ലാം ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനകളായിട്ട് ആദിമസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ എല്ലാം പരമോന്നതമായ ഒരു പ്രാർത്ഥനയാണ് എന്ത് പ്രാർത്ഥന? സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷത. സഭയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ലിറ്റർജി അല്ലേ, എന്താണ്? ആരാധനക്രമം. അപ്പോൾ അതാണ് സഭയുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെയാണ് പിതാവായ ദൈവത്തിന് സഭ പരമോന്നതമായ കൃതജ്ഞതാ പ്രകാശനം അർപ്പിക്കുന്നത്. അപ്പോൾ കൃതജ്ഞതാ പ്രകാശനമാണ് സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷത. പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ അവൾ എന്തായിരിക്കുന്നുവോ അത് വെളിപ്പെടുത്തുകയും പൂർവോപരി ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ലോകത്തിനു വേണ്ടി അല്ലേ തനിക്ക് തന്നെയും ലോകത്തിനു വേണ്ടിയും തനിക്ക് തന്നെയും കൊണ്ടുവന്ന രക്ഷ, തനിക്ക് തന്നെയെന്ന് ഉദ്ദേശിക്കുന്ന സഭേനെ ഉണ്ടോ കൊണ്ടുവന്ന രക്ഷ, ആ രക്ഷ ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് നമുക്ക് ലഭിച്ചു. ആ രക്ഷയെ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ പ്രതിയാണ് സഭ കുർബാന ആഘോഷത്തിൽ എന്ത് ചെയ്യുന്നത്? കൃതജ്ഞതാ പ്രകാശനം അർപ്പിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെ എഴുതിയേക്കുന്നത്, പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ അവൾ എന്തായിരിക്കുന്നുവോ, പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ അവൾ എന്തായിരിക്കുന്നുവോ അത് വെളിപ്പെടുത്തുകയും പൂർവോപരി അത് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുന്നു. അത് ലിറ്റർജിയിലൂടെയാണ് അത് എന്താണ് അത് വെളിപ്പെടുത്തുകയും അത് പൂർവോപരി ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്നും കൂടി വായിക്കട്ടെ. കൃതജ്ഞതാ പ്രകാശനമാണ് സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷത. പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ അവൾ എന്തായിരിക്കുന്നുവോ അത് വെളിപ്പെടുത്തുകയും പൂർവോപരി അത് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ ക്രിസ്തു സൃഷ്ടിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും അതിനെ പുനഃപ്രതിഷ്ഠിച്ച് അവിടുത്തെ മഹത്വത്തിനു വേണ്ടി പിതാവിന് തിരിച്ചു നൽകുകയും ചെയ്യുന്നു. അപ്പം ഞാനൊന്നും കൂടി വായിക്കാനാണ്. ആ യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ, ശ്രദ്ധിക്കണം കേട്ടോ, യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ എന്ന് പറയുമ്പോൾ രക്ഷാകര പദ്ധതി എന്നല്ല അവിടെ എഴുതിയേക്കണത്, രക്ഷാകര കർമ്മം. ആ രക്ഷാകര പ്രവൃത്തി എന്താണ്? രക്ഷാകര പ്രവൃത്തി ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ എങ്ങനെയാണ് നമുക്കത് അതിൻ്റെ കണ്ടന്റ് മാത്രം എടുത്ത് പറയാനാണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യം, നമ്മളല്ല സഭ പറയുന്നൊരു കാര്യം എന്താണ്? പ്രധാനമായിട്ടും അതിനെ എന്താണ് രക്ഷാകര പദ്ധതിയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്? പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. ഉണ്ടോ? ശ്രദ്ധിച്ചോ നിങ്ങൾ? യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ, രക്ഷാകര പദ്ധതിയിലൂടെ എന്നല്ല, മനസ്സിലായോ? ആ രക്ഷാകര പദ്ധതിയിൽ അവൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കർമ്മം എന്താണ്? മനസ്സിലാവുണ്ടോ? ശ്രദ്ധിച്ചോ നിങ്ങളത്? ആ രക്ഷാകര രക്ഷാകര പദ്ധതിയിൽ അവൻ എന്തെന്നാണ് ചെയ്തത്? അവൻ എന്ത് പ്രവൃത്തിയാണ് അതിനാണ് ആ കർമ്മം. മനസ്സിലായോ? ആ വാക്കിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായോ?
രക്ഷാകര കർമ്മത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? പെസഹ രഹസ്യത്തിലൂടെ. ആ പെസഹ രഹസ്യം എന്താണ്? പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ പെസഹ രഹസ്യത്തിലൂടെയാണ് അവൻ എന്ത് ചെയ്തത്? ക്രിസ്തു സൃഷ്ടിയെ, ആ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ അല്ലേ, നമ്മൾ മാത്രമല്ല. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യവംശം മാത്രമല്ല. മനസ്സിലാവുണ്ടോ? ലോകം മുഴുവനേ ക്രിസ്തു സൃഷ്ടിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും എന്ന് പറയുമ്പോൾ പാപം, അതിൻ്റെ ശാപം, അതിൻ്റെ ശിക്ഷ ഉണ്ടോ? പാപം, അതിൻ്റെ ശാപം, അതിൻ്റെ ശിക്ഷ. മനസ്സിലായോ? അപ്പം അതിൽ നിന്നല്ല, പക്ഷെ അതല്ല, അപ്പം അത് താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പൂർണ്ണത മനസ്സിലായോ? അതിൻ്റെ പൂർണ്ണത എപ്പോഴാണ് വരുന്നത് എന്നുള്ള താഴത്തേക്ക് വരും. താഴത്തേക്ക് നമുക്ക് വായിക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പം അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. രക്ഷാകര പദ്ധതി അല്ലേ, പ്രവൃത്തിയിലൂടെ ഈശോ എന്താ ചെയ്തത് അല്ലേ? ഉത്ഭവ പാപത്തിലൂടെ മലിനമാക്കപ്പെട്ട സൃഷ്ടിയെ അവൻ വീണ്ടെടുത്തു അല്ലേ? വീണ്ടെടുത്തു അവരെ അല്ലേ, അതിനെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി വായിക്കാൻ പോണത് നമ്മൾ. കണ്ടോ? യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ ക്രിസ്തു സൃഷ്ടിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും എന്ന് പറയുമ്പോൾ ഞാനൊന്നും കൂടി അതിനെ വ്യക്തത വരുത്തിയതാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ പാപം, അതിൻ്റെ ശാപം, അതിൻ്റെ ശിക്ഷയിൽ നിന്നും. മനസ്സിലായോ? പാപത്തിൻ്റെ വേതനം എന്താണ്? മരണമാണ്. അപ്പോൾ ആ മരണം, നമ്മൾ ചെയ്ത പാപം, ആ പാപത്തിൻ്റെ മരണം, ആ വേതനം ആരെ ഏറ്റെടുത്തു? ഈശോ ഏറ്റെടുത്തു. മനസ്സിലായോ? അങ്ങനെയാണ് അവൻ കുരിശിൽ മരിച്ചത്. അപ്പൊ പാപവും അതിൻ്റെ ശാപവും അതിൻ്റെ ശിക്ഷയും അവൻ ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചത്. മനസ്സിലാവുണ്ടോ? അതൊക്കെ നമ്മൾ അങ്ങനെ വെറുതെ അങ്ങോട്ട് ഓടിച്ചു വായിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ ക്രിസ്തു സൃഷ്ടിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നമ്മുടെ ഹൃദയത്തിലെ നമ്മൾ എന്തെല്ലാം നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകണം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ട്? എന്നിട്ട് പിന്നെ പറയാണ്, അതിനെ പുനഃപ്രതിഷ്ഠിച്ച്. ഏതിനെ? ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനെയും എന്താണ്? പുനഃപ്രതിഷ്ഠിച്ച്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, അതേ നോക്കിയേ, എന്താണ്? അതായത് ആ ഉത്ഭവ വിശുദ്ധി ഉണ്ടല്ലോ, ഉത്ഭവ വിശുദ്ധി. അതായത് ആദവും ഹവ്വയിലൂടെയും പുറപ്പെട്ട ഉത്ഭവ പാപം, ആ പാപത്തിന് മുൻപുള്ള അവസ്ഥയാണ് എന്തെന്ന്? ഉത്ഭവ വിശുദ്ധി. ആ ഉത്ഭവ വിശുദ്ധിയെ തിരിച്ചു പിടിച്ച് പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവം തന്നെയായ ഈശോ സമർപ്പിക്കും ഈ സൃഷ്ടിയെ മുഴുവൻ. മനസ്സിലാവുണ്ടോ? അതിനെയാണ് അതിനെയാണ് പുതിയ സൃഷ്ടിയാക്കുക. സത്താഭേദം അല്ലേ, പ്രകൃതി മാറ്റപ്പെടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അല്ലേ, പുനഃപ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ സൃഷ്ടിയാക്കുക. പുതിയ സൃഷ്ടിയാക്കി തിരികെ ഏൽപ്പിക്കുന്നു. മനസ്സിലാവുണ്ടോ? കണ്ടോ? അപ്പം അപ്പോഴാണ് ഇതിൻ്റെ ഇത് കണ്ടോ? ഈ ഡോക്യുമെൻ്റ് കണ്ടോ നിങ്ങൾ? ഡോക്യുമെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വായിച്ചോ? കാണുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്തിനിപ്പോൾ ഇതെടുത്ത് കാണിച്ചതെന്നറിയോ? ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. എന്നിട്ട് അതിനെ പുനഃപ്രതിഷ്ഠിച്ച് എന്ത് ചെയ്യും? അവിടുത്തെ മഹത്വത്തിന് വേണ്ടി പിതാവിന് തിരിച്ചു നൽകുകയും. മനസ്സിലായോ? ഉത്ഭവ വിശുദ്ധിയിൽ പുനഃസ്ഥാപിക്കും. മനസ്സിലാവുണ്ടോ? സൃഷ്ടിയെ ആ ഉത്ഭവ വിശുദ്ധിയില്ലേ, ആ ഉത്ഭവ വിശുദ്ധിയിൽ പുനഃസ്ഥാപിച്ച് അല്ലേ, പിതാവിനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കപ്പെടും. ആ പഴയ അല്ലേ, ആദ്യമേ ഉത്ഭവ വിശുദ്ധിയിൽ സൃഷ്ടികൾ. അങ്ങനെ വരുമ്പോഴാണ് എന്ത് പൂർത്തിയാകണ്ടോ? ഈ രക്ഷകന്റെ മിഷൻ പൂർത്തിയാകുന്നത്. ഇതാണ് രക്ഷകന്റെ മിഷൻ. മനസ്സിലായോ? പറഞ്ഞേ. രക്ഷകന്റെ മിഷൻ എന്ന് പറഞ്ഞ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഈ ഒരു ചാക്രിക ലേഖനമാണ്. അപ്പൊ അതിൻ്റെ പേര് കണ്ടോ അല്ലേ, രക്ഷകന്റെ മിഷൻ. അപ്പൊ അത് എപ്പോഴാണ് പൂർത്തിയാകണത്? യേശുവിൻ്റെ ദ്വിതീയ ആഗമനത്തിൽ. അതായത് അവൻ്റെ രണ്ടാം വരവിലാണ്
അത് പൂർത്തിയാക്കപ്പെടുന്നത്. അത് അവന്റെ രണ്ടാം വരവിന്റെ ആ ഭാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. എന്തെന്നാണ്? യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ ക്രിസ്തു സൃഷ്ടിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കും. കണ്ടോ, അവന്റെ പെസഹരഹസ്യ ഭാഗത്തെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയണേ? അതിനെ പുനഃപ്രതിഷ്ഠിച്ച്, കണ്ടോ, അതിനെ പുനഃപ്രതിഷ്ഠിച്ച് എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടികളാക്കി പിതാവിന് ഈ ദൈവപുത്രൻ തന്നെയായ, അല്ലെ, ദൈവം തന്നെയായ ഈ യേശു എന്ത് ചെയ്യും? പിതാവിന് സമർപ്പിക്കും. അങ്ങനെ സമർപ്പിക്കുന്നതിലൂടെയാണ് രക്ഷകന്റെ മിഷൻ, യേശു ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കണം. മനസ്സിലായോ? അത് അവന്റെ രണ്ടാം വരവിലാണ് അതിൻ്റെ എൻഡ്, അല്ലെ, അതിൻ്റെ അവസാന ഭാഗം അവന്റെ രണ്ടാം വരവിലാണ്. അപ്പൊ അതാണ് അതിനെ പുനഃപ്രതിഷ്ഠിച്ച് അവിടുത്തെ മഹത്വത്തിന് വേണ്ടി പിതാവിന് തിരിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, ശിരസ്സായ ക്രിസ്തുവിന്റെ കൃതജ്ഞതാ പ്രകടനത്തിലുള്ള പങ്കാളിത്തമാണ് അവയവങ്ങളുടെ കൃതജ്ഞതാ പ്രകടനം. ശ്രദ്ധിച്ചോ നിങ്ങൾ? ശിരസ്സായ, അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ക്രിസ്തു സഭ എന്താണ്? ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരെയും സഭ, അല്ലേ, സഭയുടെ ഭാഗമാണ്, സഭയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഭ. അപ്പോൾ ആ ശരീരത്തിൽ ആരൊക്കെയുണ്ട്? നമ്മൾ ഓരോരുത്തരും ഉണ്ട്. മനസ്സിലായോ? ആ സഭയാകുന്ന അവന്റെ ശരീരത്തിൽ നമ്മൾ ഓരോരുത്തരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ആ ശിരസ്സായ ക്രിസ്തുവിന്റെ കൃതജ്ഞതാ പ്രകടനം, കണ്ടോ, ക്രിസ്തുവാണ് കൃതജ്ഞത അർപ്പിക്കുന്നത്. എങ്ങനെ? താൻ അർപ്പിച്ച ബലിയിലൂടെ ക്രിസ്തുവാണ് എന്ത് ചെയ്യുന്നത്? പിതാവിന് എന്ത് ചെയ്യുന്നത്? കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി പ്രകടനം, അല്ലേ? നന്ദി അർപ്പിക്കുന്നത്, കൃതജ്ഞത അർപ്പിക്കുന്നത്. അതിൽ നമ്മൾ പങ്കാളിയാകണേ ഉള്ളൂ. നമ്മൾ പങ്കാളിയാവുന്നതേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ പറഞ്ഞതിന്റെ ആ പൊരുളെ? അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക? കണ്ടോ, ശിരസ്സായ ക്രിസ്തുവിന്റെ കൃതജ്ഞതാ പ്രകടനത്തിലുള്ള പങ്കാളിത്തമാണ് അവയവങ്ങളുടെ കൃതജ്ഞതാ പ്രകടനം. ഇതിനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നുള്ളതാണ് എനിക്കതറിയില്ല. മനസ്സിലായോ? ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. ശിരസ്സായ ക്രിസ്തുവിന്റെ, അപ്പൊ ആരാണ് കൃതജ്ഞത അർപ്പിക്കണത്? ഇപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണതിന്റെ പശ്ചാത്തലത്തിൽ ഈ വാക്കുകളെ ആധാരമാക്കി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശിരസ്സായ ക്രിസ്തുവിന്റെ കൃതജ്ഞതാ പ്രകടനത്തിലുള്ള പങ്കാളിത്തമാണ് അവയവങ്ങളുടെ കൃതജ്ഞതാ പ്രകടനം. അപ്പൊ ആരാണ് കൃതജ്ഞത അർപ്പിക്കണത്? പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? സഭ തന്റെ ലിറ്റർജിയിലൂടെ ക്രിസ്തു തന്നെ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ശിരസ്സായ ക്രിസ്തു കൃതജ്ഞത അർപ്പിക്കുന്നു. അപ്പൊ അതില് നമ്മൾ പങ്കുകാരാവുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ അത് എനിക്കറിയില്ല ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണേന്ന്. മനസ്സിലായോ? ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ നന്ദി അല്ലെ, നമ്മളാണ് നന്ദി അർപ്പിക്കണേന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മളാണ് നന്ദി അർപ്പിക്കണതിന്റെ അർത്ഥവും കൂടി ഉണ്ടതിന്. പക്ഷേ അതിനേക്കാൾ പരമോന്നതമായ ഉന്നതമായ ഒരവസ്ഥ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ശിരസ്സായ ക്രിസ്തു തന്നെയാണ് നന്ദി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവായ ദൈവത്തിന്. മനസ്സിലാവുണ്ടോ? അപ്പോ ആ പ്രകടനത്തിലുള്ള പങ്കാളിത്തമാണ് അവയവങ്ങളായ നമ്മുടെ കൃതജ്ഞത പ്രകടനങ്ങളും. മനസ്സിലായോ? അപ്പോൾ യേശുവിൻ്റെ ശരീരം സഭയാണ്. സഭ യേശുവിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ് എന്നും കൂടി പൗലോസ് അപ്പോസ്തലൻ വചനങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമൊന്നുമല്ല. അത്ര വലിയ രഹസ്യമാണത്. പക്ഷെ അത്ര നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ അത് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് എങ്ങനെ സ്ഥാപിക്കണമെന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. 2637 കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന, അതാണ് തലക്കെട്ട്. അപ്പൊ എന്താണ് കൃതജ്ഞതാ അല്ലേ? എന്താണ്? നന്ദി പ്രകടനം അല്ലേ? നന്ദി അർപ്പിക്കുന്നു. അപ്പൊ എന്താണത് ഈ കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന? അതെങ്ങനെയാണ് പിതാവായ ദൈവത്തിന് സഭയും ലോകം മുഴുവൻ തന്നെയും എങ്ങനെയാണ് നന്ദി പ്രകടനം നടത്തുന്നത് അല്ലെങ്കിൽ അർപ്പിക്കുന്നത്? കൃതജ്ഞതാ പ്രകാശനമാണ് സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷത. പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ അവൾ എന്തായിരിക്കുന്നുവോ അത് വെളിപ്പെടുത്തുകയും പൂർവോപരി അത് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യും. അപ്പൊ അവളത് വെളിപ്പെടുത്തും. അവളെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ? സഭ അത് വെളിപ്പെടുത്തുകയും അത് പൂർവോപരി ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുന്നതൊക്കെ ഈ ലിറ്റർജിയിലൂടെയാണത്. സഭ തന്റെ ആരാധനക്രമത്തിലൂടെയാണ്, അവളുടെ ആരാധനക്രമത്തിലൂടെയാണ് ഇത് വെളിപ്പെടുത്തുകയും അത് പൂർവോപരി ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ ഇതിന്റെ സൈഡ് ഗണ്ണികയിലോട്ട് 1328 എന്നൊരു സൈഡ് ഇപ്പൊ എടുക്കണ്ട 1328 ഗണ്ണിക സൈഡ് ഗണ്ണികയായിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അത് വിശുദ്ധ കുർബാന എന്ന കൂദാശയെ കുറിച്ചൊക്കെയുള്ള ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ അവിടെ 7 അല്ലെങ്കിൽ 8 പേരുകളിൽ ഈ വിശുദ്ധ കുർബാന എന്ന കൂദാശയെ വിളിക്കുന്നു. എങ്ങനെ 7 8 പേരുകളിലായി എന്ത് വിളിക്കുന്നു? 8ഓളം പേരുകളിലായിട്ട് ഈ വിശുദ്ധ കുർബാന എന്ന കൂദാശ അറിയപ്പെടുന്നു. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതിലൊരു പേരെന്താണെന്നറിയാമോ? കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന അല്ലെങ്കിൽ കൃതജ്ഞതാ സ്തോത്ര ബലി. മനസ്സിലായോ? നന്ദി പറച്ചിലാണ്. ഇപ്പം നമ്മുടെ അല്ലേ ഒറ്റ വാക്കി പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ അല്ലേ പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷ എന്താ? നന്ദി പറച്ചിൽ അല്ലേ? ബലി യേശുവിന്റെ ബലി എന്താണ്? മുഴുവനും പിതാവായ ദൈവത്തിന് നന്ദി പറച്ചിലാണ്, നന്ദി അർപ്പിക്കലാണ്, കൃതജ്ഞത അർപ്പിക്കലാണ്. മനസ്സിലായോ? പിതാവായ ദൈവം രക്ഷാകര പദ്ധതിയിലൂടെ ക്രിസ്തുവിലൂടെ കൊണ്ടുവന്ന രക്ഷ, ആ രക്ഷയെ പ്രതി എന്ത് ചെയ്യുന്നു? നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിരസ്സായ ക്രിസ്തുവിനോടൊപ്പം ഞാൻ ഇവിടെ വായിച്ചു നിർത്തിയത്. ഞാൻ ഒന്നും കൂടി അത് വീണ്ടും വായിക്കാം. കൃതജ്ഞതാ പ്രകാശനമാണ് സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷത. പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ അവൾ എന്തായിരിക്കുന്നുവോ അത് വെളിപ്പെടുത്തുകയും പൂർവോപരി അത് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ, അവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ എന്ന് പറയുമ്പോൾ പെസഹ രഹസ്യം കണ്ടോ? രക്ഷാകര കർമ്മം, രക്ഷാകര പദ്ധതി എന്നല്ല അവിടെ എഴുതിയേക്കണം. രക്ഷാകര പദ്ധതിയിൽ അവൻ ചെയ്ത കർമ്മം എന്താണ്? പ്രവൃത്തി എന്താണ്? അതാണ് പെസഹ രഹസ്യം. അവന്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. അതിലൂടെയാണ് അവൻ ഈ ഉത്ഭവ പാപത്തിലൂടെ നഷ്ടപ്പെട്ട ലോകം മുഴുവന്റെയും പ്രകൃതിയെ അവൻ വീണ്ടെടുത്തു. ഇനി വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെ പൂർണ്ണമായി വിശുദ്ധീകരിച്ച് അവൻ പുനഃപ്രതിഷ്ഠിച്ച് പുതിയ സൃഷ്ടികളാക്കി പിതാവിന് സമർപ്പിക്കുന്ന ആ സമയം വരും. അതവന്റെ 2ാം വരവിലാണ് അതിന്റെ പരിപൂർണതയിലേക്ക് കടക്കുക. മനസ്സിലായോ? അപ്പോഴാണ് അത് രക്ഷകന്റെ മിഷൻ അവസാനിക്കണത് എന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറയണതല്ല, സഭ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷാകര കർമ്മത്തിലൂടെ ക്രിസ്തു സൃഷ്ടിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാം ഇങ്ങനെയും കൂടി അതിനെ മനസ്സിലാക്കണം. എന്താണ് പാപം? അതിന്റെ ശാപം, അതിന്റെ ശിക്ഷ അല്ലേ നിന്ന് മോചിപ്പിക്കുകയും. എങ്ങനെയാണ് ഇവ മോചിപ്പിച്ചേ?
തന്നെ തന്നെ മോചനദ്രവ്യമായി നൽകിക്കൊണ്ട്, കണ്ടോ, തന്നെ തന്നെ മോചനദ്രവ്യമായി നൽകിക്കൊണ്ട് അവൻ എന്തു ചെയ്തു? ക്രിസ്തു സൃഷ്ടിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും അതിനെ പുനഃപ്രതിഷ്ഠിച്ച് അവിടുത്തെ മഹത്വത്തിന് വേണ്ടി പിതാവിന് തിരിച്ചു നൽകുകയും ചെയ്യുന്നു. കണ്ടോ, പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി അവിടുന്ന് എന്ത് ചെയ്യും? പിതാവിന് തിരിച്ചു നൽകും. ശിരസ്സായ ക്രിസ്തുവിന്റെ കൃതജ്ഞതാ പ്രകടനത്തിലുള്ള, ഇത് കുറേം കൂടി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ. ഈ ക്രിസ്തുവിന്റെ ശിരസ്സായ ക്രിസ്തുവിന്റെ കൃതജ്ഞതാ പ്രകടനത്തിലുള്ള പങ്കാളിത്തമാണ് അവയവങ്ങളുടെ കൃതജ്ഞതാ പ്രകടനം. അപ്പൊ നമ്മള് ആണ് നന്ദി അർപ്പിക്കുന്നത്, കൃതജ്ഞത അർപ്പിക്കുന്നതെങ്കിലും എന്നൊക്കെ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ അല്ലേ നന്ദിയൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മൾ എന്ത് മനസ്സിലാക്കണം അല്ലേ? നമ്മുടെ മുമ്പിൽ ആരുണ്ട്? ആരാണ് നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കണേ? ക്രിസ്തു തന്നെയാണ്, ശിരസ്സാണ്. അതെങ്ങനെ എനിക്ക് ഇപ്പോഴും വാക്കുകളിലൂടെ അത് പറയാൻ കിട്ടണില്ല, മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെയാണ് പറഞ്ഞ് അത് അവതരിപ്പിച്ച് വെക്കുക എന്നുള്ളത് എനിക്കത് പറ്റുന്നില്ല. കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സൈഡ് ഖണ്ഡിക 3 ഖണ്ഡികകളുണ്ട്. ഇനി അതിൻ്റെ 224 നമുക്ക് പോകാം. 224 ഒക്കെ പെട്ടെന്ന് അത് നമുക്ക് വായിച്ചു പോകാം. 224 വേഗം എടുത്തോട്ടെ, നമുക്ക് സമയം അധികമില്ല. എടുത്തോ. 224 പുതിയ ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റണ്ടോ? ഞാൻ വായിക്കട്ടെ. 224 ഖണ്ഡിക കേട്ടോ. എന്തായി ലേലു ചേച്ചി എന്താ പറഞ്ഞേ? ഓക്കെ. അപ്പോൾ 224 ഖണ്ഡിക വായിക്കണേ. കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത്. ഏത് ജീവിതം? ഏത് ജീവിതം? കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത്. ഏത് ജീവിതം? നമ്മുടെ ജീവിതം. അപ്പൊ അതിനെന്താ പറയാ? നമ്മൾ ക്രൈസ്തവ ജീവിതം എന്ന് പറയാം അല്ലേ? എന്തെന്ന്? കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത്. ഏത് ജീവിതം? എന്ത് ജീവിതമാണ്? അതാണ് ക്രൈസ്തവ ജീവിതം മുഴുവനും. എന്താണ്? കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത്. നന്ദി അർപ്പിച്ചുകൊണ്ട് അല്ലെ, നന്ദിയാണ് നമുക്ക് കൊടുക്കാനുള്ളൂ നമ്മുടെ ഈ ജീവിതത്തിൽ. ശരിക്കും മനുഷ്യവംശം മുഴുവനും അതിൽ അധിഷ്ഠിതമാണ്. പക്ഷേ അല്ലേ, എല്ലാവർക്കും യേശുവാണ് ദൈവമെന്നോ യേശുവാണ് രക്ഷകനെന്നോ ഇപ്പം എല്ലാവരും അത് വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവരത് യേശുവിനെ ആ കൃതജ്ഞത, ആ നന്ദി പുരസ്കാരം ആയിട്ടുള്ള ജീവിതം അല്ലേ കാഴ്ചവെക്കുന്നില്ല. കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം, നമ്മുടെ ക്രൈസ്തവ ഈ ജീവിതം എന്താണ്? കൃതജ്ഞത അർപ്പിക്കാനുള്ള ജീവിതമാണ്. ദൈവം ഒരുവൻ മാത്രമാണെങ്കിൽ നാം ആയിരിക്കുന്നതും നമുക്ക് ഉണ്ടായിരിക്കുന്നതുമെല്ലാം അവിടുന്ന് നിന്ന് വരുന്നു. ദാനമായി ലഭിച്ചാലല്ലാതെ നിനക്ക് എന്തുണ്ട്? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി അവിടത്തേക്ക് എന്തു കൊടുക്കും? അപ്പം അത് വചനങ്ങളെല്ലാം കോട്ട് ചെയ്തിട്ടാണ്. അപ്പം അത് ഞാനിപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ സൈഡ്, ഏത് സൈഡ് ഖണ്ഡിക? രണ്ടാമത്തേത് ഏത്? 1328 ഖണ്ഡിക. അപ്പം ഈ 224 ഖണ്ഡികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത്. അപ്പം അത് പിടിച്ചോ, അതിനെ പിടിച്ചോ കേട്ടോ. കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത്, മനസ്സിലായോ? അപ്പം നമ്മുടെ ജീവിതം എപ്പോഴും എന്തായിരിക്കണം? അല്ലെങ്കിൽ എന്താണ്? കൃതജ്ഞതയാണ് മുഴുവൻ. കൃതജ്ഞത പ്രകടിപ്പിക്കുക, അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇനി 1328 ഖണ്ഡികയിലേക്ക് പോവാം. 1328 ഖണ്ഡികയിലെ അവിടെ
ഇത് കണ്ടോ, എടുത്തോ, നിങ്ങളെല്ലാവരും എടുത്തോ. 1328 ഖണ്ഡിക. അപ്പം ഇവിടെ കണ്ടോ, അതിൻ്റെ ഇടതുവശത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1322 ഖണ്ഡിക തുടങ്ങുന്നത് കുർബാന എന്ന കൂദാശയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കുർബാന എന്ന കൂദാശയെക്കുറിച്ച് 13.5 പേജുകളോളം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയണേണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശയെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ. അപ്പം അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പം ഇതിലെ 1328 ഖണ്ഡികയാണ് ഞാനിപ്പോൾ വായിക്കാൻ പോണത്. ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു കണ്ടോ, ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു. എന്നിട്ട് നോക്കിയേ, നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചു നോക്കിയേ. ഞാൻ പെട്ടെന്ന് അടിയിലോട്ടൊന്ന് വായിക്കാം. കൃതജ്ഞതാ സ്തോത്രം കണ്ടോ, അതിൻ്റെ അടിയിൽ കണ്ടോ, കൃതജ്ഞതാ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ചെറിയ ഹെഡ്ലൈൻ കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാനാണ് അപ്പം മുറിക്കൽ. അല്ല ഒന്ന് കൃതജ്ഞതാ സ്തോത്രം, പിന്നെ രണ്ടാമത് എന്താണ്, കർത്താവിൻ്റെ അത്താഴം. മൂന്നാമത്തത് എന്താണ്, അപ്പം മുറിക്കൽ. നാലാമത്തത് സ്തോത്രയാഗ സമ്മേളനം. ഇനി ഈ പേജ് ഒന്നും കൂടി ഇങ്ങോട്ട് മറിച്ചേ. അഞ്ചാമത്തത് എന്താണ്, വിശുദ്ധ ബലി. ആറാമത്തത് എന്താണ്, വിശുദ്ധ കൂട്ടായ്മ. ഏഴാമത്തത് ദിവ്യ പ്രേഷണം. ഉണ്ടോ. അപ്പൊ ആദ്യത്തെ പേര് തന്നെ നിങ്ങൾ ഇനി വീണ്ടും നമുക്ക് 1328 തന്നെ വരാട്ടോ. ഞാനപ്പോ എന്തിനിപ്പോ അതങ്ങനെ ഓടിച്ചു വായിച്ചെന്നറിയോ, മനസ്സിലായോ? ഒരു 7-8 പേരുകളിൽ എന്ത് ചെയ്യുന്നു, ഈ വിശുദ്ധ കുർബാന എന്ന കൂദാശ വിളിക്കപ്പെടുന്നു. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആദ്യത്തെ പേര് തന്നെ കണ്ടോ നിങ്ങൾ, കൃതജ്ഞതാ സ്തോത്ര യാഗം, അല്ലെങ്കിൽ കൃതജ്ഞതാ സ്തോത്രയാഗം എന്നല്ല, കൃതജ്ഞതാ സ്തോത്ര ബലിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്നിട്ട് ഈ കൂദാശയുടെ അക്ഷയമായ സമ്പന്നത നാം അതിന് നൽകുന്ന വ്യത്യസ്ത പേരുകളിൽ നിന്ന് വ്യക്തമാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൂദാശ എങ്ങനെ വിളിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് 1328 ഖണ്ഡികയാണ് ഞാനിപ്പോൾ വായിക്കണേ. ഈ കൂദാശയുടെ അക്ഷയമായ സമ്പന്നത കണ്ടോ, ആ വാക്കുകളെ മാത്രം എടുക്കുമ്പോഴേ നമ്മളൊന്ന് നോക്കിയേ. ഈ അക്ഷയമായ സമ്പന്നത എന്ന് പറഞ്ഞു, എന്താണ് അക്ഷയം എന്ന് പറഞ്ഞാൽ? എന്താണ് അക്ഷയം? ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എന്താണ് അക്ഷയം? അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നോക്കിയേ, നിങ്ങൾ നോക്കിയേ, ഇത് കണ്ടോ, യേശു ക്രിസ്തു ചരിത്രത്തിൽ കണ്ടോ, ശ്രദ്ധിക്കണേ, ഇപ്പം എന്നെ നോക്കിയേ, യേശു ക്രിസ്തു ചരിത്രത്തിൽ ഒരിക്കൽ അർപ്പിച്ച ബലി കണ്ടോ. യേശു ക്രിസ്തു ചരിത്രത്തിൽ ഒരിക്കൽ അർപ്പിച്ച ബലി, അത് നിത്യമായി എവിടെ നിലനിൽക്കുന്നു? സ്വർഗത്തിൽ നിലനിൽക്കുന്നു. മനസ്സിലായോ? യേശു ക്രിസ്തു ചരിത്രത്തിൽ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ബലി, അത് നിത്യമായി സ്വർഗത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അത് ക്ഷയിക്കാത്ത അല്ലെങ്കിൽ അക്ഷയമായ സമ്പന്നത എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് എങ്ങനെയാ മനസ്സിലാവണേ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയട്ടെ. അതായത് യേശു ക്രിസ്തു ചരിത്രത്തിൽ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ബലി, ഗാഗുൽത്തയിൽ അർപ്പിച്ച ബലി, ആ ബലി നിത്യമായി സ്വർഗത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അത് ക്ഷയിക്കില്ല എന്ന് പറയണേ. അതുകൊണ്ടാണ് അത് അക്ഷയമായ സമ്പന്നത അധിഷ്ഠിതമാണ്. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ മുഴുവനും അല്ലേ? എന്താണ് അതിൻ്റെ വാക്കുകൾ എനിക്ക് അറിയില്ല. അപ്പോൾ ഈ കൂദാശയുടെ അക്ഷയമായ സമ്പന്നത നാം അതിന് നൽകുന്ന വ്യത്യസ്ത പേരുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ പേരുകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ ആ അക്ഷയമായ സമ്പന്നത എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്. മനസ്സിലാവുണ്ടോ? എനിക്ക് കിട്ടിയ ഒരു എന്താണ്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അക്ഷയമായ സമ്പന്നത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കണേ? അപ്പോൾ ഈ കൂദാശയുടെ അക്ഷയമായ സമ്പന്നത നാം അതിന് നൽകുന്ന വ്യത്യസ്ത പേരുകളിൽ നിന്ന് വ്യക്തമാണ്.
ഓരോ പേരും ഇതിന്റെ ചില പ്രത്യേകതകൾ പ്രകാശിപ്പിക്കുന്നു. അത് താഴെ പറയുന്ന പേരുകളിൽ വിളിക്കപ്പെടുന്നു. എന്നിട്ട് പറയാണ് കൃതജ്ഞതാ സ്തോത്രം. എന്നിട്ട് പറയാണ് കാരണം അത് ദൈവത്തോടുള്ള കൃതജ്ഞതാ പ്രകടനമാണ്. കണ്ടോ, കാരണം അത് ദൈവത്തോടുള്ള കൃതജ്ഞതാ പ്രകടനം, നന്ദി പറച്ചിലാണ് ദൈവത്തോടുള്ള. കാരണം അവൻ നമുക്ക് ചെയ്തു തന്ന പ്രവൃത്തി എന്താണ്? രക്ഷ. എന്താണ് അവൻ നമുക്ക് ചെയ്തു തന്ന പ്രവൃത്തി? എന്താണ് കർമ്മം? എന്താണ് രക്ഷാകര കർമ്മം? എന്തായിരുന്നു? അതാണ് അല്ലേ രക്ഷ. കൃതജ്ഞത, കാരണം അത് ദൈവത്തോടുള്ള കൃതജ്ഞത പ്രകടനമാണ്. കൃതജ്ഞതാ സ്തോത്രം ചെയ്യുക, ആശീർവദിക്കുക എന്നീ ക്രിയാപദങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികളായ സൃഷ്ടികർമ്മം, വീണ്ടെടുപ്പ്, വിശുദ്ധീകരണം. കണ്ടു, ഇതെല്ലാം കുർബാനയിൽ സംഭവിക്കുന്നു. മനസ്സിലായോ? സൃഷ്ടികർമ്മം, വീണ്ടെടുപ്പ്, വിശുദ്ധീകരണം എന്നിവയെ പ്രഘോഷിക്കുന്ന യഹൂദ ആശീർവാദങ്ങളെ പ്രത്യേകിച്ച് ഭക്ഷണ സമയത്തുള്ളവയാണ് അനുസ്മരിപ്പിക്കുന്നത്. 2600 ഇനി ഏതാണ് അതിൻ്റെ 2603 ഖണ്ഡിക. 2603 ഖണ്ഡികയിലോട്ട് പോവാം. വായിക്കട്ടെ, എടുത്തോ. പരസ്യ ജീവിതകാലത്ത് 2603 2603 പരസ്യ ജീവിതകാലത്ത് യേശു അർപ്പിച്ച വ്യക്തമായ 2 പ്രാർത്ഥനകൾ. ശ്രദ്ധിക്കണേ, പരസ്യ ജീവിതകാലത്ത് യേശു അർപ്പിച്ച വ്യക്തമായ 2 പ്രാർത്ഥനകൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ ഓരോന്നും ആരംഭിക്കുന്നത് നന്ദി പ്രകടനത്തോടെയാണ്. കണ്ടോ, അവ ഓരോന്നും ആരംഭിക്കുന്നത് നന്ദി പ്രകടനത്തോടെയാണ്. ആദ്യത്തേത് സ്വർഗസ്ഥനായ പിതാവിനെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ പ്രാർത്ഥന. അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന, അതിൻ്റെ അടിയിലത്തെ ഖണ്ഡികയിലേക്ക് വരുമ്പോഴാണ് പറയണേ ലാസറിനെ ഉയർപ്പിച്ച പ്രാർത്ഥനയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? 2603 പറയണ പ്രാർത്ഥന എന്താണ്? സ്വർഗസ്ഥനായ പിതാവിനെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും സ്തുതിക്കുകയും ചെയ്യും. അപ്പൊ എന്തെന്നാൽ അവിടുന്ന് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരെന്ന് സ്വയം വിചാരിച്ചവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഈ ശിശുക്കൾ എന്ന് പറഞ്ഞാലേ സുവിശേഷ ഭാഗ്യങ്ങളിലെ ദരിദ്രർ എന്ന് അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ശിശുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? സുവിശേഷ ഭാഗ്യങ്ങളിലെ ദരിദ്രർക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ആഴവും. അപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണ്. എന്താണ്? അവിടെ ശ്രദ്ധിച്ചോട്ടോ, അവിടെ ശ്രദ്ധിച്ചോ. അതേ പിതാവേ എന്ന വാക്കുകൾ, യേശുവിന്റെ അതേ പിതാവേ, അതായിരുന്നു നിന്റെ അഭീഷ്ടം എന്നൊക്കെ പറയണില്ലേ? മനസ്സിലായോ? എന്നിട്ട് പറയാണ് എന്ത്? നീ ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് നീ ഇത് വെളിപ്പെടുത്തി എന്നൊക്കെ പറയണ ആ വചനഭാഗം അതതിൻ്റെ അടിയിലുണ്ട്, ഫുട് നോട്ടിലുണ്ട്. നമ്മിപ്പോൾ അങ്ങോട്ട് പോകണില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ വായിക്കണം മനസ്സിലാവും. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ആഴവും പിതാവിന്റെ സംപ്രീതിയോടുള്ള വിധേയത്വവും. ഇത് ഒന്നാമത്തെ കാര്യം. ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ വിരലുകൊണ്ട് എണ്ണിക്കോ. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ആഴവും പിതാവിന്റെ സംപ്രീതിയോടുള്ള വിധേയത്വവും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മത പ്രഖ്യാപനത്തിന്റെ മാറ്റൊലി. എന്താണ്? അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മത പ്രഖ്യാപനത്തിന്റെ മാറ്റൊലി എന്തായിരുന്നു അത് പറയാമോ? അതെന്തായിരുന്നു? മാതാവ് എന്താണ് കൊടുത്തത്? അല്ലേ, ഗബ്രിയേൽ മാലാഖ വന്നപ്പോൾ മാതാവ് എന്തായിരുന്നു ആ വാക്കുകൾ? അല്ലേ, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. കണ്ടോ, ഇതാണ് മാതാവിന്റെ ആ വാക്കുകൾ, ആ മാറ്റൊലി, സമ്മത പ്രഖ്യാപനത്തിന്റെ മാറ്റൊലി എന്ന് പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? അപ്പോ എന്താണ്? ഒന്നും കൂടി ഞാൻ വായിക്കട്ടെ. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ആഴവും പിതാവിന്റെ സംപ്രീതിയോടുള്ള വിധേയത്വം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മത പ്രഖ്യാപനത്തിന്റെ മാറ്റൊലി. ഇനി മൂന്നാമത്തത്, ഗത്സമൻ തോട്ടത്തിലെ യാതനാവേളയിൽ യേശു പിതാവിനോട് പറയാനിരുന്നതെന്തോ അതിന്റെ പ്രതിരൂപവും ഇവിടെ പ്രകാശിതമാകുന്നു.
എന്താണ് ഗത്സമനയിൽ പിതാവിനോട് യേശു പറയാനിരുന്നത്? എന്താണ് പറയാനിരുന്നത്? ഇതാ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, അല്ലേ? അതാണ് പറയാനിരുന്നത്. അപ്പോൾ ആ പറയാനിരുന്നത് എന്തോ അതിവിടെ അതിന്റെ പ്രതിരൂപം ഇവിടെ പ്രകാശിതമാകുന്നു. പരസ്യ ജീവിതകാലത്ത് യേശു അർപ്പിച്ച വ്യക്തമായ 2 പ്രാർത്ഥനകളെ കുറിച്ച് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയതിനെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണിത്. മനസ്സിലാവുണ്ടോ? ആ ഓഡിയോ ഓഫ് ചെയ്ത് തരും ചോദിച്ചേ, മനസ്സിലാവുണ്ടോ? അപ്പൊ അതേ പിതാവേ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തെല്ലാം സുവിശേഷത്തിന്റെ മറ്റു പ്രാർത്ഥന, അല്ലേ? ഇപ്പൊ മാതാവ് പറഞ്ഞത് ഇതാ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, അല്ലേ എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ യേശുവും ഗത്സമനയിൽ പറഞ്ഞില്ലേ, അല്ലേ? മാതാവ് എന്താ പറഞ്ഞത്? ഇതാ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. അതേപോലെ തന്നെ ഈശോയും പറഞ്ഞു, എന്ത് പറഞ്ഞു? എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇവിടെ പ്രകാശിതമാകുന്നു. ആ പ്രാർത്ഥനകളുടെ എല്ലാം പ്രതിരൂപം ഇവിടെ പ്രകാശിതമാകും. പിതാവിൻ്റെ തിരുമനസിന്റെ രഹസ്യത്തോട് ശ്രദ്ധിക്കണോട്ടോ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ. ഇതൊക്കെ വളരെ എന്താണ് സവിശേഷമായ വാക്കുകളാണ്. എന്താണ്? പിതാവിൻ്റെ തിരുമനസിനോട്, പിതാവിൻ്റെ തിരുമനസിന്റെ രഹസ്യത്തോട്. പിതാവിൻ്റെ തിരുമനസിന്റെ രഹസ്യം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പിതാവിൻ്റെ തിരുമനസിന്റെ രഹസ്യത്തോട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പിതാവിൻ്റെ തിരുമനസിന്റെ രഹസ്യം എന്തായിരുന്നു? പിതാവിൻ്റെ തിരുമനസിന്റെ രഹസ്യം ആരെങ്കിലും ഒരാൾ പറയണില്ല. അതാണ് രക്ഷാകര പദ്ധതി. മനസ്സിലാവുണ്ടോ? പിതാവിൻ്റെ മനസ്സിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് രക്ഷാകര പദ്ധതി. മനസ്സിലായോ? പിതാവിൻ്റെ തിരുമനസിന്റെ രഹസ്യത്തോട് യേശുവിൻ്റെ മാനുഷിക ഹൃദയം പുലർത്തിയ, കണ്ടോ? ശ്രദ്ധിക്കണോട്ടോ. പിതാവിൻ്റെ തിരുമനസിന്റെ രഹസ്യത്തോട് യേശുവിൻ്റെ മാനുഷിക ഹൃദയം, യേശുവിൻ്റെ ദൈവിക ഹൃദയം എന്നാണോ എഴുതിയേക്കണേ? മനസ്സിലായോ? യേശുവിൻ്റെ മാനുഷിക ഹൃദയം പുലർത്തിയ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരലിൽ അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു. എന്തായിരുന്നു അവിടുത്തെ പ്രാർത്ഥന? എന്തായിരുന്നു? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു തരണേ? അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പോഴേ ആ അവിടുത്തെ പ്രാർത്ഥന എന്തായിരുന്നു അവിടുത്തെ പ്രാർത്ഥന? ഈശോ പറഞ്ഞു ഇല്ലേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും, അല്ലെങ്കിൽ ഇതാ ഞാൻ. മനസ്സിലായോ? 110 സങ്കീർത്തനമൊക്കെ അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ. അതാണ് ആ പ്രാർത്ഥന യേശുവിൻ്റെ. ഞാൻ ഒന്നും കൂടി അത് വായിക്കട്ടെ. അതിന്റെ പകുതി 2603 ഖണ്ഡികയുടെ അതേ പിതാവേ എന്ന് തൊട്ടിട്ടുള്ള ഭാഗം ഒന്നും കൂടി വായിക്കട്ടെ. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിൻ്റെ ഹൃദയത്തിന്റെ ആഴവും പിതാവിന്റെ സംപ്രീതിയോടുള്ള വിധേയത്വവും അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മത പ്രഖ്യാപനത്തിന്റെ മാറ്റൊലിയും ഗെത്സമൻ തോട്ടത്തിലെ യാതനാവേളയിൽ യേശു പിതാവിനോട് പറയാനിരുന്നതെന്തോ അതിന്റെ പ്രതിരൂപവും ഇവിടെ പ്രകാശിതമാകുന്നു. പിതാവിന്റെ തിരുമനസിന്റെ രഹസ്യത്തോട് യേശുവിന്റെ മാനുഷിക ഹൃദയം പുലർത്തിയ, കണ്ടോ? അത് നിങ്ങളൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചേ. പിതാവിന്റെ തിരുമനസിന്റെ രഹസ്യത്തോട് യേശുവിന്റെ മാനുഷിക ഹൃദയം പുലർത്തിയ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരൽ. ആ ഒട്ടിച്ചേരലാണ് എന്തെന്ന് ഒന്ന് പറഞ്ഞേ. ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് യേശയ്യാ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിച്ചത്. മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? ഇതാ ആ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരലാണ് പിതാവായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. അതിലോട്ട് യേശുവിന്റെ മാനുഷിക ഹൃദയം ഒട്ടിച്ചേരുകയാണ്. ആ ഒട്ടിച്ചേർന്നപ്പോ പിന്നെ എന്താ പറയാനുള്ളത്? ഇതാ ഞാൻ, അല്ലേ? നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ
എന്നിലൂടെ. ഇതാ ഞാൻ. ഇങ്ങനൊരു സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സമർപ്പണം, അത് സമർപ്പിക്കുന്നതിലൂടെയാണ് നമ്മളെ ദൈവം എന്തിനാണോ സൃഷ്ടിച്ചത് ആ അവസ്ഥയിൽ നമ്മൾ വിജയിക്കുള്ളൂ. മനസ്സിലായോ? ഇതേപോലത്തെ സമർപ്പണം ഉണ്ടെങ്കിലാണ്, സംഭവിക്കുമ്പോഴാണ്, ഇതാ ഞാനെന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കുന്നിടത്താണ്, മനസ്സിലായോ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്താണ് ആ വാക്ക്? ദൈവത്തിന് ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ പോണ വാക്ക് ശ്രദ്ധിച്ചോ. എന്താണ്? നമ്മൾ ഇങ്ങനെ ഒരു സമർപ്പണം നടത്തുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുക. ശ്രദ്ധിച്ചോ, വിജയിക്കാൻ പറ്റുക. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുണ്ടോ, അത് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തു കൊണ്ടുവന്ന രക്ഷ, ആ രക്ഷ സ്വീകരിക്കാനും തിരസ്കരിക്കാനും എന്തുണ്ട്? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നൽകിക്കൊണ്ടാണ് അവൻ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനസ്സിലാവുണ്ടോ? അപ്പോ ഇതാ ഞാനെന്ന് ഞാൻ പറയാത്തിടത്തോളം കാലം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വത്തിന് എൻ്റെ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുമോ? അവൻ എന്തിനാണോ എന്നെ സൃഷ്ടിച്ചത് ആ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പം അതാണ് എൻ്റെ ജീവിതത്തിൽ ഈ സിറ്റ് ഔട്ടിൽ വെച്ച് നടന്നത്, വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ച് നടന്നത്. ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും, മനസ്സിലാവുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു സമർപ്പണം നടന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു സമർപ്പണം നടന്നിട്ടുണ്ടാകും. അല്ലാതെ ദൈവത്തിന് ഒരു മനുഷ്യ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലും, എൻ്റെ ജീവിതത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ഈ വചനത്തെ ആധാരമാക്കി എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തെ ആധാരമാക്കി ഞാൻ പറയാണ്, ഇതാ ഞാൻ എന്ന് ഞാൻ സമർപ്പിച്ചു പോകും. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം വിജയിച്ചു തുടങ്ങിയത്. മനസ്സിലായോ? അപ്പം ഇത് ചിലപ്പോൾ നമുക്ക് അല്ലേ, അതെന്താ നിങ്ങൾക്കൊരു ഇത് തോന്നണുണ്ടോ? ദൈവത്തിന് വിജയിക്കണമെങ്കിൽ നമ്മുടെ സമ്മതം വേണോ? നമ്മുടെ സമ്മതം വേണം എന്നാണ് സ്വാതന്ത്ര്യത്തിലെ ആ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ഉണ്ടായേക്കണ ഒരവസ്ഥയാണത്. അപ്പോൾ ഞാനതൊന്നും കൂടി വായിക്കട്ടെ. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും പിതാവിൻ്റെ സംപ്രീതിയോടുള്ള വിധേയത്വവും അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മത പ്രഖ്യാപനത്തിൻ്റെ മാറ്റൊലിയും ഗത്സമൻ തോട്ടത്തിലെ യാതനാവേളയിൽ യേശു പിതാവിനോട് പറയാനിരുന്നത് എന്തോ അതിൻ്റെ പ്രതിരൂപവും ഇവിടെ പ്രകാശിതമാകുന്നു. പിതാവിൻ്റെ തിരുമനസ്സിൻ്റെ രഹസ്യത്തോട് യേശുവിൻ്റെ മാനുഷിക ഹൃദയം കണ്ടോ? നമ്മുടെ മാനുഷിക ഹൃദയം ദൈവത്തോട് ആ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരൽ വരുമ്പോഴാണ് ഇതാ ഞാനെന്ന് എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ മനുഷ്യവംശത്തിന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതാ ഞാൻ ആ സിറ്റ് ഔട്ടിലുണ്ടായ അനുഭവത്തിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തെന്താണെന്നറിയോ? അപ്പോൾ അന്ന് ഈ പുതിയ വീട്, ഇപ്പം ഇരിക്കുന്ന ഈ വീട് വെച്ചിട്ടില്ല. അപ്പോൾ അതായത് 2016 കാലഘട്ടം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? ഞാൻ അപ്പുറത്ത് ഇത്തിരി കുറച്ച് വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ വേസ്റ്റ്, കച്ചറ അല്ലേ, അതായത് കച്ചറയെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഓരോ കെട്ടിടങ്ങൾ പൊളിച്ചിട്ട് അല്ലേ അത് കിട്ടുന്ന കച്ചറയെന്ന് ഉദ്ദേശിച്ച് ചീത്ത സാധനമല്ല, കെട്ടിടങ്ങൾ പൊളിക്കുന്ന ആ കല്ലും മണ്ണൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നികത്തില്ലേ. അപ്പോൾ അത് കുറച്ച് ഞാനത് ഉപയോഗിച്ച് അവിടെ ഇങ്ങനെ നികത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലും മണ്ണും കട്ടയൊക്കെയാണ്. അപ്പോൾ ഞാൻ ബൈബിളും കൊണ്ട് വന്നിട്ട്, അപ്പോൾ സിറ്റ് ഔട്ടിൽ ട്യൂബ് ലൈറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രകാശം കൊണ്ട് റോട്ടിൽ കൂടി നടന്നു പോകുന്ന ആൾക്കാർ കാണണ്ട അല്ലേ, കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തുള്ളിച്ചാടണമെന്ന് തോന്നി. അപ്പോൾ ഈ ഇരുട്ടത്ത് വന്ന് ബാക്കിൽ ഇരുട്ടത്ത് വന്നിട്ട് തുള്ളിച്ചാടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ, അപ്പം ഞാൻ മുണ്ട് മാത്രം എടുത്തേക്കണേ,
അപ്പം ഞാൻ മുണ്ട് മടക്കി കുത്തിയിട്ട് എന്ത് ചെയ്തു. അപ്പം ഇതൊക്കെ ഇങ്ങനെ തന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് പറയാൻ എനിക്ക് തോന്നണത്, അതുകൊണ്ടാണ് അങ്ങനെ പറയണേ കേട്ടോ. അപ്പോൾ ആ മുണ്ട് മടക്കി കുത്തി മുട്ട് ആ കല്ലുമ്മേൽ അവിടെ കുത്തി നിന്നിട്ട് ഞാനിങ്ങനെ ഒരു ബൈബിള് കയ്യിലൊരു ആ ബൈബിള് കയ്യിലുണ്ട്. അപ്പം ഞാനിങ്ങനെ കൈ വിരിച്ച് പിടിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇതാ എൻ്റെ ഓരോ സെക്കൻഡും, എൻ്റെ ഓരോ മിനിറ്റും, എൻ്റെ ഓരോ മണിക്കൂറും, എൻ്റെ ഓരോ ദിവസവും, എൻ്റെ ഓരോ ആഴ്ചയും, എൻ്റെ ഓരോ മാസവും, എൻ്റെ ഓരോ വർഷവും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞെടുത്ത് കാര്യം മാറി. മനസ്സിലാവണ്ടോ? എന്ന് പറഞ്ഞെടുത്ത് കാര്യം മാറി. ഇതുണ്ടായ സംഭവമാണ് ഞാൻ പറയണത്. പക്ഷെ ഞാനത് അത്ര ഗൗരവമായിട്ട് എടുക്കണത് ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോഴാണ് അത് അത്ര ഗൗരവമായിട്ട് പറഞ്ഞത്. മനസ്സിലായോ? പിതാവിൻ്റെ തിരുമനസിൻ്റെ രഹസ്യത്തോട് യേശുവിൻ്റെ മാനുഷിക ഹൃദയം പുലർത്തിയ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരൽ. ആ ഒട്ടിച്ചേരലിൽ നിന്നിട്ടേ, ആ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരലിൽ നിന്നാലേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായ സമർപ്പണം, അല്ലേ? ഒരു സറണ്ടർ, ഫുൾ സറണ്ടർ എന്താ പറയണ അതിനെ? ബാക്കി ഇംഗ്ലീഷിലൊക്കെ നിങ്ങളതിനെ വാക്കുകൾ കണ്ടെത്തിക്കോളൂ. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക, ഇതാ ഞാൻ പോകാം, എന്നെ അയച്ചാലും എന്ന് പറയണത്. അപ്പം ഇതിൽ കൂടുതൽ എനിക്ക് ആ വാക്കിനെ പറയാൻ എനിക്കറിയില്ല. ഞാനാണ് എൻ്റെ എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ പിന്നെ അതിൻ്റെ അല്ലേ സുവിശേഷ വേലക്ക് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോകുന്നത്. (2015) മുതലാണ് കേട്ടോ. ഞാനത് ഒരു വർഷം 2016 അപ്പം 2 കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പം ഞാനതൊന്നും ഇപ്പം എല്ലാം ഇപ്പം പറയണില്ല, ഞാൻ സൂചിപ്പിച്ചതാണ്. പിതാവിൻ്റെ തിരുമനസിൻ്റെ രഹസ്യത്തോട് യേശുവിൻ്റെ മാനുഷിക ഹൃദയം പുലർത്തിയ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരലിൽ അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു. ആ ഒട്ടിച്ചേരലിലാണ് അവിടുത്തെ പ്രാർത്ഥന മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? ആ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരൽ, ആ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരലിൽ എന്ത് സംഭവിച്ചു? അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന? ഇതാ ഞാൻ, എന്നെ അയച്ചാലും. മനസ്സിലായോ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ വാക്കിനെ പറയാൻ പറ്റണേ? ഇതിൽ കൂടുതൽ ഒരു പക്ഷെ പറയാൻ പറ്റും. ഇതിൽ കുറച്ച് എനിക്ക് പറയാൻ അറിയില്ല. ഇത് എനിക്കിങ്ങനെ പറയാൻ അറിയുള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം വെച്ചിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റുക. മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ട് അവരവർക്ക് പറയാൻ സാധിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും. അപ്പം ഇതാണ് 2603 ഖണ്ഡിക ഇന്ന്. അപ്പം ഇതെല്ലാം എന്താണ്? കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത് എന്ന് 224 നമ്മൾ വായിച്ചില്ലേ? കൃതജ്ഞതാ പുരസ്സരമുള്ള ജീവിതമാണിത്. അപ്പം അതുകൊണ്ടാണ് എന്നെ അയച്ചാലും എന്ന് നമ്മൾ പറയേണ്ടി വരിക. മനസ്സിലായോ? കാരണം അവനെ തന്നെ നമുക്ക് നൽകിക്കൊണ്ടാണ്, മോചനദ്രവ്യമായി നൽകി അവൻ നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അവനോട് നമ്മൾ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിന്മേൽ നമ്മൾ കൃതജ്ഞത ഉള്ളവരായിരിക്കണം. അപ്പം ഇത്രയുമാണ് പറയാനുള്ളത്. എനിക്ക് നിർത്താൻ തോന്നണില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഇതിൽ പോകണമെന്ന്, പള്ളിയിലൊക്കെ പോകണമെന്നുള്ളതുകൊണ്ടിട്ട് ഞാൻ ലൈല ചേച്ചി വേണേൽ പോയിക്കോട്ടോ, പള്ളിയിൽ പോയിട്ടില്ല എന്ന് തോന്നും. അപ്പം അങ്ങനെ, അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ നിർത്തണത്. ഞാൻ അതാണ് ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇത് ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നമുക്കിപ്പോൾ പിന്നെ മറ്റുള്ള ഇപ്പം നമ്മൾ വായിച്ച ഗണ്ണികൾ എവിടെയെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് വീണ്ടും വരാനുള്ളതാണ്. മനസ്സിലായോ? അപ്പം എവിടെയും ഇപ്പം ഇവിടെ മിസ്സായാലും നമുക്ക് അപ്പുറത്ത് കിട്ടും ഇതിനെയൊക്കെ. മനസ്സിലായോ? ഇപ്പം ഇവിടെ ഇത് മനസ്സിലായില്ല എന്ന് വെച്ച് വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം നമുക്ക്, അല്ലെങ്കിൽ പിന്നത്തെ പ്രാവശ്യം ഇതൊക്കെ നമ്മളിത് മരണം വരെ നമ്മൾ ഇതിൻ്റെ പുറകെ വന്നാൽ മതി. നിങ്ങളെല്ലാവരും മരിക്കണ വരെ ഇതിൻ്റെ പുറകെ ഉണ്ടായാൽ മതി. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും, നാളെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മറ്റന്നാൾ കിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കിട്ടും. മനസ്സിലായി? അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട. അപ്പം ഇതാണ് ഞാൻ അതിൽ നോക്കിയിരുന്ന, ഞാൻ വീണ്ടും വായിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിക്കട്ടെ.
അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും പിതാവിൻ്റെ സംപ്രീതിയോടുള്ള വിധേയത്വവും അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മതപ്രഖ്യാപനത്തിൻ്റെ മാറ്റൊലിയും ഗത്സമൻ തോട്ടത്തിലെ യാതനാവേളയിൽ യേശു പിതാവിനോട് പറയാനിരുന്നതെന്തോ അതിൻ്റെ പ്രതിരൂപവും ഇവിടെ പ്രകാശിതമാകുന്നു. എന്നിട്ടാണ് പിന്നെ പറയുന്നത്, പിതാവിൻ്റെ തിരുമനസ്സിൻ്റെ രഹസ്യത്തോട് യേശുവിൻ്റെ മാനുഷിക ഹൃദയം പുലർത്തിയ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരലിൽ അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഈ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത് ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞത്. ഇപ്പം ആ വചനമൊക്കെ ഇങ്ങനെ ഓർമ്മ വരാണ്. ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണും, പിതാവിനെ കാണുന്നവൻ എന്നെ കാണും. മനസ്സിലായി? അപ്പം അതാണ് ഈ ഒട്ടിച്ചേരൽ. അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പം അതിൻ്റെ വചനക്കോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫുട് നോട്ടിൽ നോക്കിയാൽ മതി. ഞാനിപ്പോൾ തൽക്കാലം നമുക്കിവിടെ അതിനെ, അല്ലെങ്കിൽ ഞാനത് നിർത്തൂല. അത് ഞാനിങ്ങനെ കാരണം ഇത് വായിച്ചപ്പോഴൊന്നും എനിക്ക് അത്ര ഇതിപ്പോഴാണ് എനിക്ക് കൂടുതൽ അത് മനസ്സിലാവണതേ. അത് കൂടുതൽ ഇപ്പോഴാണ് അതിനെ എനിക്ക് മനസ്സിലായി വന്നത്. വായിച്ചപ്പോഴൊന്നും ഇത്രയും ദിവസം നോക്കിയപ്പോഴും അത്രയും കാര്യങ്ങളൊന്നും അത് മനസ്സിലാവുണ്ടായില്ല. ഞാൻ ഓഫ് ചെയ്തിട്ട് 1 സെക്കൻഡ്.